പോസ്റ്റൽ ഇൻഫോ പ്ലസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജിയോഗ്രഫിയുടെ പോർഷനിലെ 7ാമത്തെ ക്ലാസ്സാണിത്. ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ ലിങ്കെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അതെല്ലാം ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിച്ചാൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഉത്തര പർവ്വത മേഖല പറഞ്ഞ്, ഉത്തര മഹാസമതലം പറഞ്ഞ്, ഉപദ്വീപീയ പീഠഭൂമി പറഞ്ഞ്, ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ പറഞ്ഞ്, ഇനി പറയാൻ പോകുന്നത് ദ്വീപുകളാണ്. ഇന്ത്യയുടെ ദ്വീപുകൾ. ദ്വീപുകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ്വീപുകൾ പൂർണ്ണമായിട്ടും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗം. ഇതിനു മുമ്പ് നമ്മൾ ഉപദ്വീപ് പഠിച്ചു. അത് 3 വശമാണ്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഉപദ്വീപ്. ദ്വീപ് എന്ന് പറയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ദ്വീപ് എന്ന് പറയുന്നത്. ദ്വീപുകൾ പലതരത്തിലുണ്ട്. അത് നദീജന്യ ദ്വീപുകളുണ്ട്, കോണ്ടിനെൻ്റലുണ്ട്, ഓഷ്യാനിക് ദ്വീപുകളുണ്ട്, കൃത്രിമ ദ്വീപുകളുണ്ട്, ആർട്ടിഫിഷ്യൽ ദ്വീപുകളുണ്ട്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കോണ്ടിനെൻ്റൽ ദ്വീപുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെൻ്റൽ ദ്വീപുകൾ എന്ന് പറയുന്നത് ഈ വൻകരയോട് ചേർന്ന് കിടക്കുന്ന ദ്വീപുകളെ കോണ്ടിനെൻ്റൽ ദ്വീപുകൾ എന്ന് പറയുന്നു. പിന്നെ ഓഷ്യാനിക് ദ്വീപുകൾ എന്ന് പറയുമ്പോൾ സമുദ്രത്തിനടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ദ്വീപുകൾ. നദീജന്യ ദ്വീപുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന ഈ എക്കലൊക്കെ അടിഞ്ഞുണ്ടാകുന്ന ദ്വീപുകളാണ് നദീജന്യ ദ്വീപുകൾ എന്ന് പറയുന്നത്. കൃത്രിമമായിട്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദ്വീപുകൾ ഉണ്ട്. ഇത് അറേബ്യയിലെ പാം ഐലൻഡ്, പിന്നെ കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡൊക്കെ ആർട്ടിഫിഷ്യൽ ദ്വീപുകൾക്ക് ഉദാഹരണമാണ്. പിന്നെ കോറൽ ദ്വീപുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ് കോറൽ എന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജൈവ അവശിഷ്ടത്തിൽ നിന്നുണ്ടാകുന്നതാണ് കോറൽ ദ്വീപുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കോറൽ ദ്വീപാണ്. നമുക്കിനി പഠിക്കാനുണ്ട് ലക്ഷദ്വീപ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ദ്വീപുകൾ എന്ന് വെച്ചാൽ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇന്ത്യയുടെ ദ്വീപുകൾ എന്ന് പറയുമ്പോഴത്തേക്കും 2 എണ്ണമാണ് വരുന്നത്. 2 ദ്വീപുകളല്ല, 2 ദ്വീപ സമൂഹങ്ങളാണ് വരുന്നത്. ലക്ഷദ്വീപും പിന്നൊന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളും. ഇത് 2 ദ്വീപ സമൂഹങ്ങളാണ്. അപ്പോൾ 2 ദ്വീപ സമൂഹങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഒന്ന് ലക്ഷദ്വീപ്, അത് അറബിക്കടലിൽ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ അങ്ങ് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇപ്പോൾ ലക്ഷദ്വീപും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ഇതെല്ലാം ദ്വീപസമൂഹങ്ങളാണ്. ദ്വീപസമൂഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദ്വീപുകളുടെ കൂട്ടം. ആദ്യം നമ്മൾ ലക്ഷദ്വീപിൻ്റെ കാര്യം പറയാം. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ദ്വീപസമൂഹമാണ്. ഒരുപാട് ദ്വീപുകളുണ്ട് അതിനകത്ത്. എത്ര ദ്വീപുകളുണ്ടെന്ന് ചോദിച്ചാൽ 36 ദ്വീപുകളാണുള്ളത്. അതിൽ 10 ദ്വീപുകളിലാണ് ജനവാസം ഉള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ അത് കവരത്തിയാണ്. പിന്നെ ഏറ്റവും വലുത് ചെറുത്, ഏറ്റവും വലിയ ദ്വീപ് ഏത്, ഏറ്റവും ചെറിയ ദ്വീപ് ഏത്? ലക്ഷദ്വീപിൽ ആന്ത്രോത്താണ് ഏറ്റവും വലുത്, ഏറ്റവും ചെറുത് ബിത്ര. അപ്പോൾ അത് നമുക്ക് ലാബ് എന്ന് പറഞ്ഞൊരു കോഡ് ഉപയോഗിക്കാം. ലാബ് LAB. L ഫോർ ലക്ഷദ്വീപ്, A ഫോർ ആന്ത്രോത്ത്, B ഫോർ ബിത്ര. അപ്പോൾ ലാഭം ഓർത്തിരുന്നു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപും ഏറ്റവും ചെറിയ ദ്വീപുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ വരുന്നൊരു ഡീറ്റെയിലാണ് ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യയുള്ള ദ്വീപ് ഏതാണെന്നുള്ളത്. അത് അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കവരത്തിയാണ്. പിന്നെ ലക്ഷദ്വീപിൻ്റെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് അത് മിനിക്കോ ഐലൻഡാണ്, തെക്ക്. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ലക്ഷദ്വീപിൻ്റെ മാപ്പ്. അതിനകത്ത് സൗത്ത് ഏറ്റവും തെക്കായിട്ട് മിനിക്കോ ഐലൻഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ലക്ഷദ്വീപിൻ്റെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മിനിക്കോ ഐലൻഡ്. ഉഷ്ണമേഖല പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ലക്ഷദ്വീപാണ്. ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പവിഴദ്വീപ്, കോറൽ ഐലാൻഡ്സ്, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യയിലെ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ മത്സ്യബന്ധനം, വിനോദസഞ്ചാരം. ഇനി പറയാനുള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ കാര്യമാണ്. ഇതിനകത്ത് 572 ദ്വീപുകളാണുള്ളത്. ഇതിൽ ഏകദേശം 38 ദ്വീപുകളാണ് ജനവാസമുള്ളത്. പിന്നെ ലക്ഷദ്വീപിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതായത് പോർട്ട് ബ്ലെയർ ആയിരുന്നു പണ്ട് ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ ക്യാപിറ്റൽ. ഇപ്പോഴും അത് തന്നെ, പക്ഷേ പേരതല്ല. പോർട്ട് ബ്ലെയർ എന്ന പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ശ്രീവിജയപുരം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ ക്യാപിറ്റൽ ശ്രീവിജയപുരമാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളാണ്. അതിൽ ആൻഡമാൻ ഉണ്ട്, നിക്കോബാർ ഉണ്ട്. അങ്ങനെ 2 ഗ്രൂപ്പായിട്ടുള്ള തിരിവുണ്ട്. ഈ ആൻഡമാനിൽ തന്നെ തിരിവുകളുണ്ട്. ആൻഡമാനി നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ, ഇങ്ങനെ ഗ്രൂപ്പുകളുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ആൻഡമാൻ ഒരു ഗ്രൂപ്പ്, നിക്കോബാർ വേറെ ഗ്രൂപ്പ്, ആൻഡമാനിൽ തന്നെ വേറെ ഗ്രൂപ്പ്, നിക്കോബാറിൽ ഒരുപാട് വേറെ ഗ്രൂപ്പുകളുണ്ട്. കാരണം പറഞ്ഞല്ലോ ദ്വീപസമൂഹങ്ങളാണ്. ആ ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ട് ആ ഒരു പിക്ക്, അതിൻ്റെ ഒരു മാപ്പ് ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്.
അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും എന്താണ് ഞാൻ ഈ പറഞ്ഞതെന്ന്. അപ്പോൾ ഇതിൽ വലുത് ചെറുത് ആൻഡമാൻ ഞാൻ പറഞ്ഞല്ലോ, ആൻഡമാൻ ഒരു ഗ്രൂപ്പ്, നിക്കോബാർ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ആൻഡമാനിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലുത് മിഡിൽ ആൻഡമാനാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മിഡിൽ ആൻഡമാൻ. ഏറ്റവും ചെറിയത് കർലിയു ദ്വീപാണ്, കർലിയു ദ്വീപ്. നിക്കോബാർ ഗ്രൂപ്പിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും വലുത് ഗ്രേറ്റ് നിക്കോബാറും ഏറ്റവും ചെറുത് മില്ലോ ദ്വീപുമാണ്. അതൊക്കെയാണൊരു കോഡ് ഉപയോഗിക്കാം. ആൻഡമാൻ്റെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാനും ചെറുത് കർലിയു ദ്വീപ്. അതിൽ മിഡിൽ ക്ലാസ് കർഷകൻ ഓർത്തിരുന്നാൽ എ എന്നുള്ളതിനകത്ത് നിന്ന് ആൻഡമാൻ, മിഡിൽ ക്ലാസ് എന്നുള്ളതിനകത്ത് നിന്ന് വലുത് മിഡിൽ ആൻഡമാൻ, കർഷകൻ കർലിയു ദ്വീപ്, ചെറുത് കർലിയു ദ്വീപ്. അങ്ങനെ നമുക്ക് വലുതും ചെറുത് ഓർത്തിരിക്കാം. നിക്കോബാറിൻ്റെ കേസിൽ വലുത് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡും ചെറുത് മില്ലോ ആണ്. എനിക്കൊരു ഗ്രേറ്റ് പില്ലോ ഉണ്ടെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒരു തലയണ, ഒരു ഗ്രേറ്റ് തലയണ. എനിക്ക് എന്നുള്ളത് നിക്കോബാർ, ഗ്രേറ്റ് വലുത് ഗ്രേറ്റ് നിക്കോബാർ, പില്ലോ എന്നുള്ളതിനകത്ത് നിന്ന് മില്ലോ എന്ന് ഓർത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ദ്വീപസമൂഹങ്ങളിലെ വലുത് ചെറുത് കോഡ് വെച്ച് ലിങ്ക് ചെയ്ത് വെച്ച്. ഓക്കെ, ഇനി കുറച്ച് ഡീറ്റെയിൽസ് പറയാനുള്ളത് സമുദ്ര അതിർത്തികൾ. അതായത് നമ്മൾ ലക്ഷദ്വീപിൻ്റെ കേസിൽ മിനിക്കോയ് ഐലൻഡ് പറഞ്ഞു, ലക്ഷദ്വീപിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മിനിക്കോയ് ഐലൻഡ്. ഈ മിനിക്കോയ് ഐലൻഡിലെ ലക്ഷദ്വീപിലെ മറ്റുള്ള ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനൽ 9 ഡിഗ്രി ചാനൽ. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അതാണ് 9 ഡിഗ്രി ചാനൽ. 9 ഡിഗ്രി ചാനൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട്, അതായത് ഈ മിനിക്കോയ് ഐലൻഡിനെയും ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സമുദ്രാതിർത്തി. അപ്പോൾ അതിനെ 9 ഡിഗ്രി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 9 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അതുവഴി കടന്നു പോകുന്നതുകൊണ്ടാണ്, അതിൻ്റെ സെയിം ലൊക്കേഷനിലായതുകൊണ്ടാണ്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഇതൊക്കെ നേരത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ്, അപ്പോൾ ഈ 9 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശരേഖ കടന്നു പോകുന്ന ലൊക്കേഷനിലുള്ള ഈ സമുദ്രാതിർത്തിയാണ്, ഈ ചാനലാണ് ലക്ഷദ്വീപിൻ്റെ മറ്റ് ദ്വീപുകളെയും മിനിക്കോയ് ഐലൻഡിനെയും വേർതിരിക്കുന്നത്. ഇതിൻ്റെ കേസിനകത്ത് വേറൊന്നുകൂടി വരുന്നുണ്ട്. ഈ മിനിക്കോയ് ഐലൻഡും ഇന്ത്യയുടെ അയൽരാജ്യം മാൽദീവ്സും ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ മിനിക്കോയ് ഐലൻഡ് പറയുമ്പം മനസ്സ് അവിടെ എത്തണം. മിനിക്കോയ് ഐലൻഡ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിൻ്റെ തെക്കേ അറ്റത്തുള്ള ദ്വീപ്. ഈ മിനിക്കോയ് ഐലൻഡിനെയും ഇന്ത്യയുടെ അയൽരാജ്യമായ മാൽദീവ്സിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതാണെന്ന് ചോദിക്കും. അത് 8 ഡിഗ്രി ചാനലാണ്. അതിനെ 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം 8 ഡിഗ്രി അക്ഷാംശരേഖ അല്ലെങ്കിൽ 8 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആ വഴി പോകുന്നുണ്ട്. അതിൻ്റെ സെയിം ലൊക്കേഷനിലായതുകൊണ്ടാണ് ആ ഒരു ഡിഗ്രി കൊണ്ട് അതിനെ നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പറയാനുള്ളത് ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാർ ഐലൻഡ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ്. അത് 10 ഡിഗ്രി ചാനലാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ, നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ ഈ ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാർ ഐലൻഡ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ലിറ്റിൽ ആൻഡമാനെയും സൗത്ത് ആൻഡമാനെയും വേർതിരിക്കുന്ന പാസേജ്, ഡെങ്കൻ പാസേജ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് പാസേജ് എന്ന് പറയുന്നത്, ഒരു ചെറിയ വാട്ടർ വേ. അപ്പോൾ ഡെങ്കൻ പാസേജ് ആണ് ലിറ്റിൽ ആൻഡമാനെയും സൗത്ത് ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 8 ഡിഗ്രി ചാനൽ പറഞ്ഞ്, 9 ഡിഗ്രി ചാനൽ പറഞ്ഞ്, 10 ഡിഗ്രി ചാനൽ പറഞ്ഞ്, ഡെങ്കൻ പാസേജിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ 8 ഡിഗ്രി ചാനൽ വന്ന്, 9 ഡിഗ്രി ചാനൽ വന്ന്, 10 ഡിഗ്രി ചാനൽ വന്ന്, ഒരു പാസേജിൻ്റെ പേര് വന്ന് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കോഡ് വെച്ചൊന്ന് ലിങ്ക് ചെയ്യാം. മിനിക്കോയ് ഐലൻഡിനെയും മാൽഡീവ്സിനെയും തമ്മിൽ വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനൽ. അത് നമുക്ക് മിനി എന്ന് പറഞ്ഞ സ്ത്രീ മാലയിട്ടു എന്നുള്ള ഒരു കോഡ്. മിനി എന്നുള്ളതിനകത്ത് നിന്ന് മിനിക്കോയ്, മാല എന്നുള്ളതിന് മാൽഡീവ്സ്, 8 ഡിഗ്രി ചാനൽ എന്ന് ഓർത്തിരിക്കാം. അടുത്തത് ലക്ഷദ്വീപിനെയും മിനിക്കോയും വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനൽ. കോഡ് ലാമിനേറ്റ് ചെയ്തില്ലേ, ലാമിനേഷൻ. LA ഫോർ ലക്ഷദ്വീപ്, MIN ഫോർ മിനിക്കോയ്, അവസാനത്തെ N ഫോർ 9 ഡിഗ്രി എന്ന് ഓർത്താൽ മതി. പിന്നെ കോഡ് വരുന്നത് 9 ഡിഗ്രി കഴിഞ്ഞ് 10 ഡിഗ്രി ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാർ ഐലൻഡ്സിനെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. അത് രസകരമായിട്ടുള്ള കോഡ്. ലിറ്റിൽ ചോക്കോബാറിന് 10 രൂപ, ലിറ്റിൽ എന്നുള്ളതിനകത്ത് നിന്ന് ലിറ്റിൽ ആൻഡമാൻ എന്ന് ഓർത്തെടുക്കാം. ചോക്കോബാർ ഫോർ നിക്കോബാർ 10 രൂപ, 10 ഡിഗ്രി ചാനൽ. അടുത്തത് ഡങ്കൻ പാസേജിൻ്റെ കാര്യമാണ്. ലിറ്റിൽ ആൻഡമാനെയും സൗത്ത് ആൻഡമാനെയും വേർതിരിക്കുന്നത് ഡങ്കൻ പാസേജ്. ഡങ്കൻ ഉള്ളത് നമുക്ക് ഡിങ്കൻ ഓർത്തിരിക്കാം, ചിത്രകഥയിലൊക്കെ ഉള്ള. ലിറ്റിൽ സാ ഡിങ്കൻ, ലിറ്റിൽ കൊച്ചുകുട്ടികൾ അങ്ങനെ ഓർത്താൽ മതി. ലിറ്റിൽ സാ കൊച്ചുകുട്ടികൾ കണ്ടു ഡിങ്കനെ. ലിറ്റിൽ എന്നുള്ളതിനകത്ത് നിന്ന് ലിറ്റിൽ ആൻഡമാൻ, സ എന്നുള്ളതിൽ നിന്ന് സൗത്ത് ആൻഡമാൻ ഓർത്തെടുക്കണം. ഡിങ്കൻ ഫോർ ഡങ്കൻ പാസേജ്. അപ്പം നമ്മൾ ഇത്രയും ഈ ഒരു പാസേജിൻ്റെ കാര്യത്തിലും ചാനലിൻ്റെ കാര്യത്തിലുള്ള കാര്യങ്ങൾ
മെമ്മറി കോഡ് വെച്ച് ലിങ്ക് ചെയ്ത്. അപ്പോൾ ഈ കോഡിനകത്ത് എല്ല് വരുന്നിടത്ത് മാറിപ്പോയത് ലക്ഷദ്വീപും ലിറ്റിൽ ആൻഡമാനുമായിട്ട് മാറിപ്പോകത്തില്ല. കാരണം ലക്ഷദ്വീപിന് ലാന്നും ലിറ്റിൽ ആൻഡമാൻ ലിറ്റിൽ നിന്ന് തന്നെയാണ് കോഡിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പരസ്പരം മാറിപ്പോകത്തില്ല. എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുവാണ്. ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. കാരണം ആൻഡമാൻ ആൻഡ് നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് BOBയിലാണ്, ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ. അതുകൊണ്ട് ഉൾക്കടൽ ദ്വീപ് എന്ന് വിളിക്കുന്നത് തീർച്ചയായിട്ടും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആയിരിക്കും. ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെട്ടിരുന്ന ദ്വീപ സമൂഹം ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന ദ്വീപ സമൂഹം. ഇൻ്റർവ്യൂ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്, സൗണ്ട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എല്ലാം ആൻഡമാൻ ദ്വീപുകളിലാണ്. ഹർമീന്ദർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. ഹർമീന്ദർ ബീച്ച് അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് വീലർ ദ്വീപാണ്, ഒഡീഷയിലെ. ഈ ദ്വീപുകൾ എന്ന് പറയുന്നത് ഈ ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബാർ അല്ലാതുള്ള ദ്വീപുകളുണ്ടല്ലോ ഇന്ത്യയിൽ, അതാണ് ഈ പറഞ്ഞു പോകുന്നത്. ഇന്ത്യയിലെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് വീലർ ദ്വീപ്, ഒഡീഷ. വീലർ ദ്വീപിൻ്റെ പുതിയ പേര് അബ്ദുൽ കലാം ദ്വീപ്. അതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. മിസൈൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനെ നമുക്ക് അഗ്നിച്ചിറകുകൾ അബ്ദുൽ കലാമുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. അതുകൊണ്ട് വീലർ ദ്വീപിൻ്റെ പുതിയ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് അത് കരാങ്ങാണ്, ലോക്തക് തടാകത്തിലെ മണിപ്പൂരിലെ. എലിഫൻ്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ MHലെ എലിഫൻ്റ ദ്വീപുകളും. ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, പഠിച്ചു വയ്ക്കുക 9 എണ്ണം. ആൻഡമാൻ നിക്കോബാറിനെ ഇന്ത്യയുടെ കേന്ദ്ര ഭരണ പ്രദേശമായി പ്രഖ്യാപിച്ച വർഷം, യൂണിയൻ ടെറിട്ടറി ആയിട്ട് 1956. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ എത്ര വർഷം ആൻഡമാൻ നിക്കോബാർ കൈവശപ്പെടുത്തി? 3 വർഷം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ആദ്യമായി യൂറോപ്യൻ കോളനി സ്ഥാപിച്ച രാജ്യം ഡെൻമാർക്ക്, ഓർത്തു വയ്ക്കുക. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ നീതിന്യായ വ്യവസ്ഥയായി പ്രവർത്തിക്കുന്ന ഹൈക്കോടതി, അതായത് ആൻഡമാൻ നിക്കോബാറിൻ്റെ ഹൈക്കോടതി, അത് കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് അത് കേട്ടോ. ഒരു കാര്യം ആർഡറായിട്ട് പറയാനുള്ളത്, ആൻഡമാൻ നിക്കോബാറിൻ്റെ ഹൈക്കോടതി എന്ന് പറയുമ്പോഴത്തേക്കും കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ഇത് ലക്ഷദ്വീപിൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും കേരള ഹൈക്കോടതിയാണ് അതിൻ്റെ, കൊച്ചിയിലെ. ഓക്കെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിലെ പ്രശസ്തമായ ഗോത്രം ഏതാണ്? ജാർവ. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജുലി, ആസാമിലെ. അടുത്തത് പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ പ്രദേശം ലക്ഷദ്വീപ്. നമ്മൾ പറഞ്ഞതല്ലോ, ലക്ഷദ്വീപ് ഈസ് എ കോറൽ ഐലൻഡ് എന്നുള്ളത്. ഗവേഷകർ പഠനത്തിലൂടെ സ്ഥിരീകരിച്ച തീരപ്രദേശ മണ്ണൊലിപ്പിലൂടെ സമ്പൂർണ്ണ നാശം സംഭവിച്ച ലക്ഷദ്വീപിലെ ജനവാസമില്ലാതിരുന്ന ദ്വീപ് പരലീവ് 1. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു വച്ചേക്കാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം, യൂണിയൻ ടെറിട്ടറി, ഏറ്റവും ചെറുത് ലക്ഷദ്വീപ്. ഏറ്റവും വലുതറിയാമല്ലോ, ലഡാക്കാണ്. ഷഹീദാൻ്റെ സ്വരാജ് ദ്വീപുകൾ എന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 ഡിസംബർ 30 പുതിയ പേരുകൾ പ്രഖ്യാപിച്ച ആൻഡമാനിലെ ദ്വീപുകൾ, അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ റോസ് ദ്വീപിന് സുഭാഷ് ചന്ദ്രബോസ്, നെയിലിന് ഷഹീദ്, ഹാവ്ലോക്കിന് സ്വരാജ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം, ഇമ്പോർട്ടൻ്റ് ആണ്, ബാരൻ. സിസ്റ്റേഴ്സ് ദ്വീപുകൾ കാണപ്പെടുന്ന ദ്വീപസമൂഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഹണിമൂൺ ദ്വീപ്, ചിൽക്ക തടാകത്തിലെ. ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ചിൽക്ക തടാകം, ഒഡീഷയിലെ. നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേയറ്റം ഇന്ദിരാ പോയിൻ്റ്. ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയുടെ അതിരുകൾ പറഞ്ഞാണ് ഇന്ദിരാ പോയിൻ്റ്. അപ്പം നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേയറ്റമാണ് ഈ ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനം, നേരത്തെ പറഞ്ഞ റോസ് ദ്വീപ്. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര. മജുലി നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നു, നദീജന്യ ദ്വീപ്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മജുലി. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജുലി. ഇന്ത്യയിലെ ഉപരിതല മിസൈൽ ടെസ്റ്റ് ഫയറിംഗ് ദ്വീപ് വീലർ ദ്വീപ്. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിൽ നിന്നുള്ള ഇന്ത്യൻ ദ്വീപുകൾ എന്ന പോർഷനിൽ നിന്നുള്ള ഒരുതപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.